ഹലോ നമസ്കാരം ഭാവനാസ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവം ഒരു ലസ്സിയാണ്. സ്വീറ്റ് ലസ്സി റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/2 ലിറ്റർ കേർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയും പാലും 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മതി. പിന്നെ കുറച്ച് ഐസും മാത്രമേ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ കേർഡ് നല്ല കട്ടിയുള്ള തൈര് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് റീപ്ലേസ് ചെയ്ത് യോഗർട്ട് ആക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തൈര് നന്നായിട്ട് ഫ്രോസൺ ചെയ്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഐസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ലസ്സിക്ക് എന്തായാലും നല്ല തണുപ്പോടുകൂടെ നമ്മൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ ഫ്രോസൺ ചെയ്തിരിക്കുന്ന കേർഡ് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചു ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് ഉടച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഉടച്ച് പൊട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടാനായിട്ടാണ് കേട്ടോ, വേഗം ബ്ലെൻഡ് ചെയ്ത് കിട്ടാനായിട്ടാണ്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക്, ജ്യൂസ് ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതേപോലെ 1/2 കപ്പ് പാല് അതും കൂടെ ഒഴിക്കാം. കൂടാതെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു അളവ് പെർഫെക്റ്റ് ആണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് 2 ഐസ് ക്യൂബ്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓൾറെഡി ഫ്രോസൺ കേർഡാണ്, അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ലസ്സി തയ്യാറാണ്. ഞാൻ എന്തായാലും സെർവ് ചെയ്യട്ടെ കേട്ടോ. 2 വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ സ്വീറ്റ് ലസ്സി ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇത്. എസ്പെഷ്യലി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ലവേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അവരുടെ ഓഫീസിലുള്ള എല്ലാവർക്കും ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് കണ്ണിനൊക്കെ വയ്യാതെ വന്നു. അപ്പം എന്തെങ്കിലും തണുപ്പിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി ഇടാൻ പറഞ്ഞു, അങ്ങനെ ഇട്ടതാണ്. എന്തായാലും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് വിവരം പറയുക. അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വിഭവമാണ്. അപ്പം ഭാവനാസ് ഫുഡ് ടേബിളിലൂടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം. എല്ലാ വീഡിയോസും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വിഭവമായിട്ട്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വിഭവമായിട്ട് വീണ്ടും നമുക്ക് ഭാവനാസ് ഫുഡ് ടേബിളിലൂടെ കാണാം. താങ്ക്